മലപ്പുറം താനൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാരിറ്റി പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി വി അബ്ദുറഹ്മാൻ. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കണമെന്ന് വേദിയിൽ മന്ത്രിയുടെ ആഹ്വാനം. പുത്തൻ തെരുവിൽ നടന്ന പരിപാടിയിലാണ് മന്ത്രി പങ്കെടുത്തത്. മുബഷീർ പി അക്ബർ ഉണ്ട് വിവരങ്ങളുമായി. മുബഷീർ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദി പങ്കിട്ടിരിക്കുന്നത്. മന്ത്രി ഇതേ എങ്ങനെ നോക്കിക്കാണണം? എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത്? അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ചാരിറ്റി പദ്ധതിയാണ് ബൈത്തു സക്കാത്ത് ക്യാമ്പയിൻ. 2026 അവർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി മലപ്പുറം ജില്ലയിലെ താനൂരിലെ പുത്തൻ തെരുവിൽ നടന്ന സമയത്താണ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മന്ത്രിയോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ MLA ആയിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അവിടെയുള്ള തിരൂർ നഗരസഭാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ പതിപ്പിച്ച പോസ്റ്ററും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പരിപാടിയിൽ വെച്ച് വർഗീയതയെ ചെറുക്കുന്നതിനെ കുറിച്ചാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസാരിക്കുന്നത്. എല്ലാത്തരം വർഗീയതയും ചെറുക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി കൈകോർക്കണമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കണമെന്നുള്ളതും മന്ത്രി വേദിയിൽ വെച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ മറ്റു തരത്തിലുള്ള വിവാദങ്ങൾക്കൊന്നും തന്നെ അടിസ്ഥാനമില്ല. അതൊരു ചാരിറ്റി പരിപാടിയാണ്. ചാരിറ്റി പരിപാടിയിൽ എല്ലാ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട നേതാക്കളും പങ്കെടുത്തിരുന്നു. ഒരു മന്ത്രി എന്ന നിലയിൽ താനും തന്നെ വിളിച്ചപ്പോൾ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അബ്ദുറഹ്മാന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണം. എന്തായാലും ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോരടിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് CPMന്റെ ഒരു മന്ത്രി വിധത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഒരു ഭാഗത്തെ കോൺഗ്രസും ലീഗും വലിയ രീതിയിൽ പ്രചാരണമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. മന്ത്രിയെ കൂടാതെ ലീഗിലെയും അതുപോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. വേദിയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളെ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ വേദിയിലുണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് മന്ത്രി ഈ വിധത്തിൽ സംസാരിക്കുന്നതും. വർഗീയതയെ ചെറുക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒരിക്കലും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മറുപടി ന്യൂനപക്ഷ വർഗീയതയല്ല എന്നുള്ളതും അദ്ദേഹം ആ ഒരു പരിപാടിയിൽ വെച്ച് പറയുന്നുണ്ട്.